പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ കഠിനമാകുമെന്ന് വ്യക്തം. ശശിധരൻ കർത്തയും CMRL ഉദ്യോഗസ്ഥരുമൊക്കെ ഇഡിക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് വീണ വിജയൻ മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ 18 മണിക്കൂറാണ് ഇഡി CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത്. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു ഇഡി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ 18 മണിക്കൂറാണ് പിന്നിട്ടത്. വീണ വിജയനെതിരെ നിർണായക മൊഴി നൽകിയ IT മാനേജർ ചന്ദ്രശേഖർ, അസിസ്റ്റന്റ് അഞ്ജു, CMRL CFO KS സുരേഷ് കുമാർ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങൾ വീണ വിജയന് നിർണായകമായിരിക്കും. മാസപ്പടി കേസിൽ CMRL 3 ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി രേഖകൾ സമർപ്പിച്ചു. എന്നാൽ MD ശശിധരൻ കർത്ത ഹാജരായില്ല. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ, മാനേജർ ചന്ദ്രശേഖരൻ, IT വിഭാഗം മേധാവി അഞ്ജു എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാവിലെ ED ഓഫീസിലെത്തിയത്. ഈ മാസം 8-ന് ഹാജരാകാനാണ് നേരത്തെ ആവശ്യപ്പെട്ടതെങ്കിലും ഇവർ ഹാജരായില്ല. കരിമണൽ കമ്പനി CMRL MD ശശിധരൻ കർത്തയടക്കം 4 പേർക്കാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ED നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ഹർജി ഹൈക്കോടതിയും തള്ളിയിരുന്നു. CMRLും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും തമ്മിലെ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടും ഹാജരാക്കാൻ ED നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണയുടെ എക്സാലോജിക്കിന് 1.25 കോടിയോളം രൂപ CMRL നൽകിയത് സംബന്ധിച്ച രേഖകളാണ് ഹാജരാക്കിയത്. ഇല്ലാത്ത സേവനത്തിനുള്ള പ്രതിഫലമാണിതെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് ED കേസെടുത്ത് നോട്ടീസ് നൽകുകയായിരുന്നു. ആദായ നികുതി വകുപ്പ് പരിശോധനയിലെ വിവരങ്ങളുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണങ്ങൾക്ക് പിന്നാലെയാണ് EDയും കേസെടുത്തത്. 1.25 കോടി രൂപ തവണകളായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. പണം നൽകിയത് എന്ത് സേവനത്തിനാണെന്ന് വ്യക്തമാക്കാൻ ബാങ്ക് രേഖകളും 2 കമ്പനികളും തമ്മിലുള്ള കരാറുകളും ഉൾപ്പെടെയുള്ളവ ഹാജരാക്കാനാണ് ED നിർദ്ദേശിച്ചത്. വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകും. ഇതിനിടെ എക്സാലോജി കേസിൽ കരിമണൽ കമ്പനിയായ CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിന്നു. ശശിധരൻ കർത്തയ്ക്ക് തീയതി പുതുക്കി ED വീണ്ടും നോട്ടീസ് അയക്കും. CMRL കമ്പനി പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT സർവീസസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് 1.25 കോടിയോളം നൽകിയത് സംബന്ധിച്ച രേഖകളും വിവരങ്ങളും ഹാജരാക്കാനാണ് CMRL ഉദ്യോഗസ്ഥരോട് ED നിർദ്ദേശിച്ചിരുന്നത്. അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞ ദിവസം ഹാജരായ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. എന്നാൽ നൽകിയ തുകയ്ക്കുള്ള എന്തുതരം IT അനുബന്ധ സർവീസാണ് എക്സാലോജിക് കമ്പനി നൽകിയതെന്ന് അറിയില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഇതിനിടെ മാസപ്പടി തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. വീണയെ ED വിളിപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എല്ലാ കണ്ണുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ തന്നെയാണ്. മാസപ്പടി കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയതോടെ എല്ലാ കണ്ണുകളും EDയിലാണ്. കേസിന് ആധാരമായ എക്സാലോജി കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ED വിളിപ്പിച്ചാൽ മാസപ്പടി വിഷയം വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല. വീണ വിജയനോട് ഹാജരാവാൻ ED ആവശ്യപ്പെടുമോ എന്നാണ് അറിയേണ്ടത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26-ന് മുൻപ് ഇതുണ്ടാകുമോ എന്നതാണ് പ്രധാനം. മാസപ്പടി കേസിൽ അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം കേസിൽ ഉൾപ്പെട്ടവരെ ED ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. കരിമണൽ കമ്പനിയായ CMRL പ്രതിനിധികൾ ED മുൻപാകെ ഹാജരായിരുന്നു. ഏതായാലും ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും CMRL MD ശശിധരൻ കർത്ത ഹാജരായില്ല. ഇതും ചർച്ചയായിരുന്നു. ED നോട്ടീസിനെതിരെ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും കോടതിയിൽ നിന്നും അനുകൂല തീരുമാനവും ലഭിച്ചിരുന്നില്ല.